MBBS അഡ്മിഷന് 1 കോടി രൂപ. എന്താ കഥയല്ലേ? 1 കോടി രൂപ മുടക്കണല്ലേ? പഠിക്കണതായിരിക്കണ്ടേ? പഠിക്കാത്ത പിള്ളേർക്കല്ലേ കാശ് കൊടുക്കും. അച്ചായി, എന്റെ കോഴ്സ് തീരാൻ ഇനി 1 വർഷമേ ഉള്ളൂ. ഇനി അത്രേ ഉള്ളല്ലേ? അച്ചായിക്ക് മോളുടെ ഒരു കാര്യം പറയാനുണ്ട്. മോളുടെ 1 വർഷം കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞാൽ മോളുടെ കല്യാണം നടത്തണം. അതൊന്നും വെച്ച് കിട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതിന് മോൾ ആരെങ്കിലും കണ്ടെത്തിക്കണം കേട്ടോ. നീ കണ്ടില്ല പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഈ ചെറുക്കൻ കാണല്ലോ പെണ്ണ് കാണല്ലോ ഒന്നും പറ്റുന്ന കാര്യമല്ല. നമുക്ക് ഇഷ്ടമുള്ള ആരാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചാൽ കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അത്യാവശ്യം സൗന്ദര്യമുണ്ടായിരിക്കണം, നല്ല സാമ്പത്തികം വേണം, ജീവിതകാലം മുഴുവനും നിന്നെ സംരക്ഷിക്കുന്നതും കൂടി ആയിരിക്കണം. മാന്യമായ പെരുമാറ്റവും സ്നേഹസമ്പന്നനുമായിരിക്കും. അച്ചായി, എനിക്ക് ഈ പ്രേമിക്കാനൊന്നും അറിയത്തില്ലെന്നേ. എന്നാലും ഞാൻ നോക്കാം. ഇനി ഇതിനെപ്പറ്റി ചർച്ചയൊന്നും വേണ്ട. മോള് ആലോചിച്ചും കണ്ടും വേണ്ട വിധത്തില് പെരുമാറിയാ മതി. ഓക്കെ, മോള് കോളേജിൽ പോകുന്നു. അച്ചായി, ഈ സെമസ്റ്ററിലെ ഫീസ് കൊടുത്തിട്ടില്ല. എടി, അത് അച്ചായി എന്റെ തന്നിട്ടുണ്ട്. നീ കോളേജിൽ പോവാൻ നോക്കും. അവിടെ പെട്ടെന്ന് പറഞ്ഞുവിടാൻ നോക്കാം. അച്ചായി, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. നിങ്ങളോട് പറയാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. മോനെന്തിയെ? അവനെന്താ ജോലി? അറിലുണ്ട്, ബിസിനസ്സാ. എന്റെ പൊന്നു ദൈവമേ, ഇതിനെ എവിടുന്ന് കിട്ടിയടി? നിന്റെ അച്ഛനേക്കാൾ പ്രായം ഉണ്ടല്ലോ. പ്രായത്തിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നമ്മേ. എന്നെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളെയാ എനിക്കിഷ്ടം. എടീ, നീ എത്ര നാളായി പരിചയപ്പെട്ടിട്ട്? നീ അറിഞ്ഞുകൊണ്ടാണോ ഇതിന് സംഭവിച്ചത്? ഇതിനു മുമ്പ് നീ കണ്ടിട്ടുണ്ടോ? ഏട്ടന് ഞാൻ ഇന്നാ അച്ഛാ കാണണേ. നല്ലവനാ. എസ്റ്റേറ്റും കാറും ബംഗ്ലാവും ടൂറിസ്റ്റ് ബസ്സും ഒക്കെ ഉണ്ട്. ആട്ടെ, മണവാളന്റെ പേരെന്താ? എവിടാ നാട്? എന്താ ജോലി? എൻ്റെ പേര് അമൽകൃഷ്ണ, നാട് വൈക്കം, ബിസിനസ്സാണ്. മോൾ എങ്ങനെ ഇവനെ പരിചയപ്പെട്ടത്? ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ചർ ഉണ്ണിമുകുന്ദൻ്റെ ആയിരുന്നു. ഞാൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറയുക ഉണ്ണിമുകുന്ദനും ചേട്ടനും ഒരേപോലെ ഇരിക്കുന്നതെന്ന്. അതാ ഫോട്ടോ ഇട്ടതെന്ന്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് മിസ്റ്റർ അമൽകൃഷ്ണ, തിരിച്ചു പോ. ഏതായാലും പോകുമല്ലേ? ഇനി എന്നടി മാല മാല പോവാൻ നോക്ക്. അച്ഛാ, എന്താ ഇങ്ങനെ? അമ്മനകത്തേക്ക് വിളിക്കും. മിണ്ടിപ്പോർന്ന് ശരിയൊക്കെ ഞാൻ പറഞ്ഞേക്കാം. നിന്റെ തോന്നിയാസന് കൂട്ടു നിൽക്കാനേ ഞങ്ങളെ കിട്ടിയല്ല. ഞാൻ പോകുന്നെങ്കിൽ എൻ്റെ ഭാര്യയും കൊണ്ടേ പോവുള്ളൂ, അല്ല ഞാൻ പോവില്ല. ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ചർ മാറ്റി പെൺകുട്ടികളെ വളയ്ക്കുന്ന ഒരു വലിയ സംഘം കേരളത്തിലുണ്ട്.
അതിലൊരുത്തനാണ് താൻ. നിന്നെ പിടിച്ച് എനിക്ക് പോലീസിൽ ഏൽപ്പിക്കാൻ അറിയാൻ പാടിഞ്ഞിട്ടല്ല, എൻ്റെ തന്തയുടെ പ്രായമുണ്ട് തനിക്ക്, അതാ. കേറണ വണ്ടിയെ. വണ്ടിയെ എടാ കേറാൻ. ഇനി ഈ നാട്ടിൽ കണ്ടുപോരുത് കേട്ടോ. ഓ പിന്നെ ഇതൊന്നും കേട്ടാ ഞാൻ വരണ്ട് പോകില്ല. അത് കുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ, അത്രേ ഉള്ളൂ. ഈ മുക്കുകൊണ്ടുപോകാനായിട്ട് പെമ്പിള്ളേരെ പറ്റിക്കാൻ നടക്കല്ലേ. കൊണ്ടുപോടി എടി, അഴിച്ചെടുക്കണേ. ആ അവിടെ ഇങ്ങനെ അഴിച്ചെടു. ആ മതി മതി, നീ കൊണ്ടുപോയി നീ നിന്റെ എടാ വണ്ടി ഒന്ന് പോടോ. വണ്ടി എടുക്കാൻ പോടാ. ഇനി നാട്ടിൽ കണ്ടുപോരുത്, വെട്ടി അരിയും ഞാൻ. എടാ നിന്നെ പറഞ്ഞു കേട്ടത്. എടാ വണ്ടി പറഞ്ഞാട്ട് പോടാ. വണ്ടി എടുക്കടാ. പോടാ. പോടാ 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 എടുക്കണം. വണ്ടി എടുത്ത് പോടാ. ഇവിടെ കണ്ടുപോരുത്.